ഹെയർ മസാജും ബോഡി മസാജും ആണ് ഞാൻ അവിടെ ചെയ്തത്. എണ്ണയൊക്കെ മണക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുടിച്ചൊക്കെ വരുന്നപ്പാ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾ കറക്റ്റ് 11:15 ഇവിടെ കാണാതെ ഇഞ്ചക്ഷൻ അടിച്ചതിന്റെ സങ്കടത്തിലാണ്. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനും ഇപ്പം ഇന്നൊരു വൈക്ക് ഇറങ്ങിയാണ്. നമുക്കിന്ന് കുറേ പരിപാടികളുണ്ടല്ലേ ഇവ, കുറച്ച് കൂടുതൽ പരിപാടികളുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഉമ്മനെ കൂട്ടാണ്ട് ഇപ്പം ഉമ്മ 11 സംതിങ് എത്തുന്നല്ല പറഞ്ഞത്. ഇപ്പം ഏകദേശം ടൈം ആയില്ലേ. അപ്പോൾ പോകുന്ന ഉമ്മനെയും കൂട്ടി പോകണം. അപ്പം നമുക്ക് എന്താ വിശേഷങ്ങൾ നമുക്ക് കാണാല്ലേ. നല്ല വെയിലുണ്ടല്ലോ ഇവ, നല്ല മഴ. ഇപ്പൊ ചെറുതായിട്ടൊരു വെയില്, നല്ല മഴ ഉണ്ട് രാവിലെ. പക്ഷെ ഇപ്പം പോയില്ലേ മഴ. കണ്ടോ എന്റെ ബാഗിന്റെ കുപ്പി ഇതൊക്കെ എന്നെ കൊണ്ട് പിടിപ്പിച്ച് നിൽക്കുക. ഞാൻ ആ കാർ എടുക്കുന്നേ കൊണ്ടോ കളത്തി. അപ്പൊ നമ്മള് ഇവന്റെ ഉമ്മനെ കൂട്ടാൻ പോവാണ്. പക്ഷെ ആള് റോട്ടുമേൽ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളെ വിളിച്ചില്ലല്ലോ ഇതുവരെ. കൊറേ നേരം വന്ന് നിക്കുന്നുണ്ടാവും. ഇപ്പൊ പിക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ കണ്ടിക്ക് റോട്ടുമേൽ കാത്തിക്കുന്നത്. കാരണം ഞാൻ എന്റെ വീട്ടിലായത് കൊണ്ട് ഓരോട് വരാൻ പറഞ്ഞു. ബസ് ഇറങ്ങിട്ട് ഇങ്ങനെ കാത്തിക്കുക. അപ്പള വിളിക്കട്ടെ. എന്നിട്ട് വിളിക്കാൻ കഴിഞ്ഞ് പറഞ്ഞൊക്കെ എന്നോട് ആൾറെഡി എന്ത് വന്ന് നിക്കുന്നുള്ളതാ. അതെ, എന്നാ വാ നമുക്ക് പിക്ക് ചെയ്താളാ. ആളവിടെ അവിടെ ഉണ്ടല്ലോ. ആ നിക്കുന്ന ചിരിച്ചു നിക്കാലേ. കേറിക്കോളൂ. അതാ കേറുന്ന. എവിടുന്നു നമുക്ക് അതിലിങ്ങനെ എടുത്ത് നമ്മള് നിങ്ങള് ഭയങ്കര കൃത്യനിഷ്ഠതാണല്ലോ. 11:15 പറഞ്ഞിട്ട് നിങ്ങള് കറക്റ്റ് 11:15 ഞാൻ ആശിക്കാനോട് പറയുന്നുണ്ട്. താനേ കാലെന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ നമ്മളെ എന്താ വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ടേക്കും എത്താ. അവിടെ മഴ ഉണ്ട്, ഇവിടെ മഴയില്ലല്ലോ. വാപ്പല്ല അവിടെ. ഇവിടെ കാണാതെ ഇഞ്ചക്ഷൻ അടിച്ചതിന്റെ സങ്കടത്തിലാണ്. നല്ലൊരു വേദനയിൽ അടിച്ചെടുത്തിട്ടുണ്ടോ. ഈറ്റി അടിച്ചായിരുന്നു. ഞാനുണ്ടേ വാ സുഖണ്ട്. ഇഞ്ചക്ഷൻ ഭയങ്കര വിശക്കുണ്ട്, നല്ല ഫുഡ് കഴിക്കണം. അടുത്ത നെക്സ്റ്റ് നമ്മളെ ഫുഡ് കഴിക്കണല്ലേ. കൺസൾട്ടേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാനോട്ടോ പോയത്. നല്ല ചോറ് തിന്നാൻ വേണ്ടി പോയി. ഞങ്ങൾ ലാസ്റ്റ് മന്തിയിലാണ് എത്തിയത്. മന്തി കഴിച്ചതിന് ശേഷം വിചാരിച്ചത് ചോറിൻ്റെ മതിയായിരുന്നു. ചോറിൻ്റെ കൂടെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതുമല്ല മന്തി ഞങ്ങൾക്ക് ആർക്കോ തീരെ ഇഷ്ടമായില്ല. കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കമൂടായിരുന്നു. വരുന്നില്ല, ടൈം എടുക്കും. ഇപ്പോൾ ഓർഡർ ചെയ്തേക്കല്ലേ ഉള്ളൂ. അരമണിക്കൂർ എടുക്കും. ഇനി ഇങ്ങനെ കാത്തിരുന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോസ്റ്റ് നാറ്റൽ കെയറിൽ വന്നതാണല്ലേ. ബിഫോർ ട്രീറ്റ്മെന്റിനാണ് വന്നിരിക്കുന്നത്. അതെ, ബിഫോർ ഡെലിവറിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലേ. 3 ദിവസം ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പറയും. അതെ, നോക്കിയിട്ട് അങ്ങനെ ആണല്ലേ. പക്ഷെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തൊക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷെ നല്ല വെയിലാണ്. രാവിലെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴൻ്റെ ലക്ഷണം, മഴയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല വെയിലാണ്. നമ്മളാണ് നമ്മുടെ 3:30 കേട്ടോ ഇവിടെ എന്താ പറയുക ട്രീറ്റ്മെന്റ് വരാൻ പറഞ്ഞത്. പക്ഷെ നമ്മളില്ലേ മൈത്രിയിൽ പോകുന്ന സമയത്ത് എപ്പോഴും ലേറ്റ് ആയിട്ടേ വരില്ല ഇറങ്ങില്ലേ. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്താക്കി കുറച്ച് അതൊക്കെ ലേറ്റൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്താക്കിയതായിരുന്നു ഇറങ്ങിയതായിരുന്നു. നോക്കുമ്പോൾ അവിടെ വേഗം കഴിഞ്ഞു. കൺസൾട്ടേഷനൊക്കെ നമ്മളത് വേഗം കഴിഞ്ഞു. ഇവിടെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് എത്തുകയും ചെയ്തു. ഇനി 1 മണിക്കൂർ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. എക്സ്ട്രാ ടർക്കി എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിനോ. കുഞ്ഞുമാന്റെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചില്ല, വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് വിശന്ന് കഴിക്കും. നല്ല കളറുണ്ടല്ലോ അത്. നമ്മളൊന്ന് വാങ്ങിച്ചത് വൈറ്റ് കളറല്ലേ. എൻ്റെ ഉമ്മക്ക് ഭയങ്കര സങ്കടം. ആശുക്കാൻ കൊടുക്കാണ്ട് കഴിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ പോയത് കാലിക്കറ്റുള്ള ഇല പോസ്റ്റ്നേറ്റൽ കെയറിലാണ്. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്താണ് പ്രീനാറ്റൽ കെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞത്. ഹെയർ മസാജും ബോഡി മസാജും ആണ് ഞാൻ അവിടെ ചെയ്തത്. അതേപോലെ തന്നെ ഒരു ഫേസ് പാക്കും ഇട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ, കാരണം നല്ലൊരു റിലീഫ് ആയിരുന്നു. പിന്നെ അവിടെ നല്ല കെയറിങ്ങും ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ്നേറ്റ് കെയറിൽ വന്നതായിരുന്നു. കാരണം നമ്മളെ ഈ ഡെലിവറിക്ക് മുമ്പ് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം കുറേ മേലുവേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു ശാശ്വതമായ പരിഹാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹെഡ് മസാജ്, അതേപോലെ തന്നെ ഫേസ് പാക്ക്, അതേമാതിരി ബോഡി മസാജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ പേഷ്യൻസ് ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് 3:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ വന്നത് തന്നെ 2:30. കാരണം നമ്മൾ 1 മണിക്കൂർ നേരത്തെ വന്ന് അതും പോരാഞ്ഞിട്ട് നമുക്കിപ്പോൾ 4 സംതിങ് ആയപ്പോൾ ഇപ്പോൾ കയറിയത്. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ഞാനും ഇവൻ്റെ ഉമ്മയും ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഓൾമോസ്റ്റ് ചികിത്സ ഒക്കെ കഴിയാനായെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് കുടിച്ചൊക്കെ വരുന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. ഒരു റിലീഫ് ഉണ്ടോ? തല മസാജ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഹെഡ് മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കുടിച്ചില്ലേ? അങ്ങനെ കുളിയും തേപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണല്ലേ? എന്താ ചുക്ക് കാപ്പി? ഞാൻ വെച്ചു വല്ല കഷായം. ചുക്ക് കാപ്പി കുടിക്കണമെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ചുക്ക് കാപ്പി കുടിക്കണമെന്നുണ്ട്. കൊറേ സമയം ഇരുന്നില്ല അവിടെ. കൊറേ സമയം 3:30 മുതൽ നമ്മള്, എനിക്ക് 3 മണിക്ക് നമ്മൾ എത്തി. കറക്റ്റ് ടൈം പറഞ്ഞ 2:30 എത്തി. നമ്മള് 2:30 തൊട്ടിട്ട് നമ്മള് ഇപ്പൊ സമയം 5:30. 3:30, 4:00, 5:30, 3 മണിക്കൂർ. 3 മണിക്കൂർ നമ്മൾ അതിലെ ഒരു അരമണിക്കൂറിന്റെ ട്രീറ്റ്മെന്റ് ബേസിൽ കാത്തുനിന്ന്, ബാക്കി ഫുള്ള് വെയിറ്റിംഗ്. അതെ, നല്ലൊരു വെയിറ്റിംഗ് ആയിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ട് വൈകുന്നേരം കൊണ്ട് അല്ലേ? ഈ പാസ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ നമുക്ക് വീട്ടിലെത്താൻ സുഖമായിരിക്കും, അങ്ങനെ സ്പീഡ് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ നല്ല മഴ, ഇപ്പൊ നല്ല വെയിലും. ശരിയാട്ടോ. അവളമ്മനെ ഇറക്കാൻ വേണ്ടി അവളെ വീട്ടിലേക്ക് വന്നാലേ ഇപ്പൻ്റെ വീട്ടിലേക്ക് എത്തി. അവളമ്മനെ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ചായ കുടിച്ചിട്ട് ഇറങ്ങാന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ആ പരിപാടി വന്ന സ്ഥിതിക്ക് നമുക്ക് ചായ കുടിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടോ. ഇപ്പൊ സമയം 6. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഇൻട്രോ തന്നെ പറഞ്ഞല്ലോ, കുറച്ച് തോനെ പരിപാടികളുണ്ട്. ഹോസ്പിറ്റലിൽ പോയി, അത് കഴിഞ്ഞ് നമ്മള് ഒരു പോസ്റ്റ്നേറ്റൽ കെയർ ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ്, ഡെലിവറിന്റെ മുന്നേ ഉള്ളൊരു ട്രീറ്റ്മെന്റ്, അത് ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാര്യങ്ങളൊക്കെ. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഏതോ സ്ഥലത്ത് പോയിട്ട് കുളിയൊക്കെ കഴിച്ചു വരാണ്. വീട്ടിൽ നിന്ന് കുളിക്കാണ്ട് വേറെ എവിടെക്കോ പോയി കുളിച്ചു വരാനാണ്. അത് എണ്ണ ഇട്ടിട്ടൊക്കെ ഏതോ കാലത്ത് കുളിച്ചതോ. എന്താ ഒരു സുഖം, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? എണ്ണയൊക്കെ മണക്കുന്നുണ്ട്. സ്മെല്ലുണ്ട്, ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, സ്മെല്ല് അടിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? നല്ലോണം ഒന്ന് പോയി കുടിക്കണം.